Hi, welcome to another session of Geotechnical Engineering. നമ്മൾ നാലാമത്തെ മൊഡ്യൂളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് സിലബസിൽ കാണുന്നത് പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വെൽ ഫൗണ്ടേഷൻ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, വെൽ ഫൗണ്ടേഷൻ ഓർ കേസിങ്സ്. അതിനകത്ത് ഷേപ്പ് ഓഫ് വെൽ, ദെൻ കമ്പോണൻറ്റ് പാർട്സ്, അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് വെൽ ഫൗണ്ടേഷൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. ദാറ്റ് മീൻസ് വെൽ സിങ്കിങ്, ഒരു വെല്ലിനെ എങ്ങനെ നമുക്ക് സിങ്ക് ചെയ്യിക്കാം. വെൽ ഫൗണ്ടേഷൻ അധികവും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് റിവേഴ്സിലൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിനകത്ത് വെള്ളമുള്ള സമയത്തൊക്കെ വെൽ സിങ്കിങ് എങ്ങനെയാണ് നടത്തുക എന്നാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ദെൻ ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ്, വെൽ ഫൗണ്ടേഷനിൽ വരുന്ന ഒരു ഡിഫക്റ്റാണ് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ്. അതായത് നമ്മൾ അത് വെർട്ടിക്കലായിട്ട് സിങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അലൈൻമെൻറ്റിൽ നിന്നുള്ള അതിൻ്റെ ചെറിയൊരു ഡീവിയേഷൻ, കറക്റ്റ് അലൈൻമെൻറ്റിലല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ടിൽറ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വെൽ സിങ്കിങ്ങും ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റെക്ടിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ 4th മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് സിങ്കിങ് ഓഫ് വെല്ല്. സിങ്കിങ് ഓഫ് വെൽ എന്ന് പറയുന്നത് ആ ഒരു ഓപ്പറേഷൻ പല പല സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ലേയിങ് ദ വെൽ കർവ്. ലേയിങ് ദ വെൽ കർവ്. ദെൻ സെക്കൻഡ് വൺ ആണ് വെൽ സ്റ്റീനിങ്. വെൽ സ്റ്റീനിങ്. തേർഡ് വൺ സിങ്കിങ് പ്രോസസ് ആൻഡ് ഫോർത്ത് വൺ സ്റ്റെപ്സ് ആഫ്റ്റർ സിങ്കിങ് പ്രോസസ്. ഇത്രയാണ് ഒരു സിങ്കിങ് ഓഫ് വെൽ ചെയ്യുമ്പോൾ നമ്മൾ ക്യാരി ചെയ്യുന്ന 4 സ്റ്റെപ്പുകൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കമ്പോണൻറ്റ് പാർട്സ് പഠിച്ചിട്ടുള്ളതാണ്. ഒരു വെൽ ഫൗണ്ടേഷൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ച കർവ് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ആ കർവ് ലേ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ അതിൻ്റെ വെൽ ഫൗണ്ടേഷൻ്റെ വാൾ എന്ന് പറയുന്നത് സ്റ്റീനിങ് ആണ്. ആ വെൽ സ്റ്റീനിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗത്ത് നമ്മൾ താഴ്ത്തുക റിവറിനകത്തേക്ക്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്കത് നമ്മുടെ സൈറ്റ് എവിടെയാണോ ആ സൈറ്റിലേക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത അത്രയും ഭാഗത്തെ മുക്കി കൊണ്ടുപോവുക. ദാറ്റ് ഈസ് സിങ്കിങ് പ്രോസസ്സ്. അതാണ് അതിൻ്റെ തേർഡ് സ്റ്റെപ്പ്. ദെൻ സിങ്കിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഏതൊക്കെയാണോ അതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലേയിങ് ദ വെൽ കർവ്. വെൽ കർവ് എങ്ങനെയാണ് ലേ ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻ ഡ്രൈ ഗ്രൗണ്ട് എക്സ്കവേറ്റ് അപ് ടു 50 cm in river bed and place the cutting edge at a required position. If curve is to be laid under water and depth of water is greater than 5 meters, prepare a coffer dam or sand island and lay the curve. The size of island should be large enough to accommodate the well with adequate working space all around. If depth of water more than 5 meters, build curve in dry ground and float it to the side. It is useful to insert wooden sleepers below the cutting edge at regular intervals to distribute the load evenly over the ground. അതായത് നമ്മളിപ്പോൾ ലേയിങ് ദ വെൽ കർവ് ഫസ്റ്റ് പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ കൺസ്ട്രക്ഷൻ നടത്തേണ്ട സൈറ്റ് ഡ്രൈ ആയിട്ടുള്ള ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം 50 cm ഡെപ്തിൽ എക്സ്കവേറ്റ് ചെയ്തിട്ട് അവിടെ കട്ടിങ് എഡ്ജ് നമ്മൾ ലേ ചെയ്യും. അതാണ് ഡ്രൈ ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ ചെയ്യുക. ഇനി ഡ്രൈ ഗ്രൗണ്ട് അല്ല, നമ്മുടെ വാട്ടറിലാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് വാട്ടറിലാണ്. മാത്രമല്ല അവിടുത്തെ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 meter ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കോഫർ ഡാം അല്ലെങ്കിൽ സാൻഡ് ഐലൻഡ് പണിയും. എന്നിട്ട് അതിലാണ് നമ്മൾ കർവ് ലേ ചെയ്യുക. അപ്പോൾ സാൻഡ് ഐലൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡെപ്ത് ഓഫ് വാട്ടർ ഇതിപ്പോൾ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടർ 5 മീറ്ററിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സാൻഡ് കൊണ്ടുവന്നിട്ടിട്ട് അവിടെ ഒരു ഡ്രൈ ഏരിയ ഉണ്ടാക്കും. ആ ഡ്രൈ ഏരിയ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് നമ്മൾ വെൽ കർവ് ലേ ചെയ്യുക. ഇനി സാൻഡ് ഐലൻഡ് അല്ലെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷനൊക്കെ മുൻപ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും കോഫർ ഡാംസ്. കോഫർ ഡാം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ ടു എക്സ്ക്ലൂഡ് ദി വാട്ടർ. അതായത് ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് വെൽ ഫൗണ്ടേഷൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് റിവറിലാണ്, ഇപ്പോൾ വെള്ളമുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല അല്ലേ. അപ്പോൾ ആ വെള്ളത്തിനെ ഒന്ന് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ നടത്തുന്നതിന് വേണ്ടി വെള്ളം അങ്ങോട്ട് വരാനായിട്ട് പാടില്ല. അപ്പോൾ ആ വെള്ളത്തെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പമ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞ് അതിലൊരു വർക്കിംഗ് സ്പേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പണിയുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറിനെയാണ് കോഫർ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടെമ്പററി സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ
5 മീറ്ററിലും കൂടുതലാണ് നമ്മുടെ ഡെപ്ത് ഓഫ് വാട്ടർ എങ്കിൽ നമ്മൾ ഇതുപോലെ സാൻഡ് ഐലൻഡും അല്ലെങ്കിൽ കോഫർ ഡാം ഇതിലേതെങ്കിലും ഒന്ന് കൺസ്ട്രക്ട് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ വെൽ ഫൗണ്ടേഷൻ പണിയുന്നത്. വെൽ ഫൗണ്ടേഷൻ മീൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ലേയിങ് ദ വെൽ കർവ് എന്ന പ്രോസസ്സ് നമ്മൾ നടത്തുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇനി ഡെപ്ത് ഓഫ് വാട്ടർ പിന്നീട് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഒരുപാട് ഡെപ്ത് ഓഫ് വാട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെൽ കർവ് നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച് അല്ലെങ്കിൽ റിവർ സൈഡിൽ വെച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ട് റിക്വയർഡ് പൊസിഷനിലേക്ക് ഫ്ലോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വെൽ കർവ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ലോഡ് ഈവനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വെൽ കർവിന്റെ താഴെ നമ്മൾ വുഡൻ സ്ലീപ്പേഴ്സ്, അതായത് ടിമ്പറിന്റെ പീസസ്, ദാറ്റ് ഈസ് വുഡൻ സ്ലീപ്പേഴ്സ്, അത് റെഗുലർ സ്പേസിങ്ങിലാക്കി കൊടുത്ത് ഇൻസേർട്ട് ചെയ്യാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അതിൽ വരുന്ന ലോഡിനെ ഈവനിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനെ സിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വുഡൻ സ്ലീപ്പേഴ്സ് എടുത്ത് കളയും. ആ രീതിയിലാണ് വെൽ കർവ് നമ്മൾ ലേ ചെയ്യുന്നത്. കോഫർ ഡാം എന്താണെന്ന് മനസ്സിലാവുക. ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ ടു എക്സ്ക്ലൂഡ് ദി വാട്ടർ. അതായത് അതിനകത്തുള്ള വെള്ളം പമ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളോട് ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ടാക്കാം. എന്നിട്ട് അതിനകത്താണ് വെൽ കർവ് നമ്മൾ ലേ ചെയ്യുന്നത്. അപ്പോൾ സിങ്കിങ് ഓഫ് വെല്ലിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ലേയിങ് ദ വെൽ കർവ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത്രയും അറേഞ്ച്മെന്റ്സ് ആയതിനു ശേഷം നമ്മൾ ഷട്ടറിങ് ചെയ്യും. ഷട്ടറിങ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഷട്ടറിങ് ചെയ്യുമ്പോൾ ഔട്ടർ ഷട്ടറിങ് നമ്മൾ സാധാരണ സ്റ്റീൽ അല്ലെങ്കിൽ വുഡ് വെച്ചാണ് ഔട്ടർ ഷട്ടറിങ് ചെയ്യുന്നത്. എന്നാൽ ഇൻസൈഡ് ഷട്ടറിങ്, ഇന്നർ പോർഷൻ ഷട്ടർ ചെയ്യുന്നത് ബ്രിക്ക് മാസണറി വെച്ചിട്ടായിരിക്കും. പിന്നെ വെൽ കർവിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് സ്പേസിംഗ് എല്ലാം നോക്കി റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. എന്നിട്ടൊരു 2 മീറ്റർ കർവിന് മുകളിലേക്ക് 2 മീറ്റർ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, അപ്വേർഡ് ഡയറക്ഷനിൽ കേട്ടോ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ വെർട്ടിക്കൽ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലേയിങ് ദ വെൽ കർവിൽ ശ്രദ്ധിക്കാനുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് വെൽ സ്റ്റീനിങ്. അപ്പൊ സ്റ്റീനിങ് എന്താണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഒരു വെൽ ഫൗണ്ടേഷന്റെ വാൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് വെൽ സ്റ്റീനിങ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഓരോ ഗ്രിപ്പ് പെർട്ടിക്കുലർ ലെങ്ത്തിൽ ഒരു ഗ്രിപ്പ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതെന്താന്ന് വെച്ചാൽ നമ്മൾ അറ്റ് എ ടൈം ഫുൾ ലെങ്ത്തിൽ വെൽ സ്റ്റീനിങ് പണിയില്ല. ഓരോ പെർട്ടിക്കുലർ ലെങ്ത്, ഇപ്പൊ നമ്മൾ മാസൺറി ചെയ്യുകയാണെങ്കിലും മാസൺറി വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സിമന്റ് മോട്ടാറൊക്കെ ആണെങ്കിൽ 1.5 മീറ്റർ ഹൈറ്റിലാണ് ഒരു ദിവസം ചെയ്യുക അല്ലെ. പിന്നെ അത് സെറ്റ് ആയതിനു ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ അടുത്ത 1.5 മീറ്ററിൽ മാസൺറി വർക്ക് ചെയ്യുക. അതുപോലെ തന്നെയാണ് വെൽ സ്റ്റീനിങ്ങിന്റെ കേസിലും. അപ്പൊ ഇടയ്ക്ക് വരുന്ന ജോയിന്റ്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ വെൽ സ്റ്റീനിങ്ങിൽ ചെയ്യുന്നത് ആഫ്റ്റർ സിങ്കിങ് ദ വെൽ കർവ്, ദ സ്റ്റീനിങ് ഈസ് റേസ്ഡ് ബൈ അബൌട്ട് 1.5 മീറ്റർ അറ്റ് എ ടൈം and its sinking done after allowing at least 24 hours for setting. The steening is built using straight edges, preferably of angled iron. The steening must not be built in plumb at any intermediate stage when the well has tilted to one side. Once the well has acquired a grip of about 6 meters in ground, the steening can be raised by about 3 meters at a time. The height of steening built at any stage should be such that the well does not lose stability. എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീനിങ് പണിയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈം 1.5 മീറ്റർ ഹൈറ്റിൽ മാത്രമേ വെൽ സ്റ്റീനിങ് പണിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ വെർട്ടിക്കാലിറ്റി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ. അതായത് അതിന്റെ വെർട്ടിക്കാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലൈൻമെന്റിൽ നിന്ന് ജസ്റ്റ് അത് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫക്റ്റ് ആണ് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ്. അപ്പൊ അത് വരാനായിട്ട് പാടില്ല. ഇതൊരു ഫൗണ്ടേഷൻ ആണ്, വളരെ സ്ട്രോങ് ആയിരിക്കണം, വളരെ ശ്രദ്ധയോടുകൂടി ഡിസൈൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അപ്പൊ ഇതിന്റെ വെർട്ടിക്കാലിറ്റി ആണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പൊ ആദ്യം നമ്മൾ 1.5 മീറ്റർ ഹൈറ്റിൽ മാത്രമേ വെൽ സ്റ്റീനിങ് പണിയുന്നുള്ളൂ. അതിനുശേഷം അതിന് അത്യാവശ്യം ക്യൂറിംഗ് പീരീഡും സെറ്റിംഗ് ടൈം എല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് 1.5 മീറ്റർ ഹൈറ്റിൽ സ്റ്റീനിങ് പണിയും. ആ രീതിയിലാണ് ചെയ്യുക. പിന്നെ ഇതിന്റെ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് സ്ട്രൈറ്റ് എഡ്ജസും പ്ലം ബോബ് അതെല്ലാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഹൈറ്റിലാണെങ്കിൽ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് ഇതിന്റെ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അത് ഒരു ഫാക്ടറാണ്. ഇത്ര കുറച്ച് ഹൈറ്റിൽ പണിയുന്നതിന്റെ ഒരു ഫാക്ടർ അതാണ്. ദെൻ ആദ്യം പണിതൊരു 6 മീറ്റേഴ്സ് ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രൗണ്ടിൽ നിന്ന് 6 മീറ്റേഴ്സ് വരെ സ്റ്റീനിങ് നമ്മൾ പണിത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 1.5 മീറ്റർ എന്നുള്ളത് 3 മീറ്റർ ആക്കി മാറ്റാം. അറ്റ് എ ടൈം 3 മീറ്റർ ഹൈറ്റിൽ നമുക്ക് പണിയാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ ശ്രദ്ധയോടുകൂടി പണിയേണ്ട ഒരു സ്റ്റെപ്പാണ് വെൽ സ്റ്റീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
നെക്സ്റ്റ് പ്രോസസ്സാണ് സിങ്കിങ് പ്രോസസ്സ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പണിത് കഴിഞ്ഞ് സ്റ്റീനിങ് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് നമ്മുടെ സൈറ്റിൽ താഴ്ത്തി കൊണ്ടുപോകണം അല്ലേ, ഒരു റിക്വയർഡ് ഡെപ്തിൽ എത്തുന്നത് വരെ നമ്മൾ അതിന് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ പ്രോസസ്സാണ് സിങ്കിങ് പ്രോസസ്സ്. അപ്പോൾ ക്യൂറിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മിനിമം 24 മാക്സിമം 48 ഒക്കെയാണ് പറയുന്നത്. അത്രയും സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്റ്റീനിങ്ങിനെ നമ്മൾ സിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ആ വെൽ ഫൗണ്ടേഷൻ്റെ ഇപ്പോൾ തൊട്ട് മുകളിലെ ഫിഗറിനകത്ത് നോക്കൂ, ഇതിനകത്തുള്ള മെറ്റീരിയൽസിനെ നമുക്ക് എക്സ്കവേറ്റ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എക്സ്കവേറ്റ് ചെയ്യാനായിട്ട് മാനുവലിയും എക്സ്കവേറ്റ് ചെയ്യാം, മെക്കാനിക്കലും എക്സ്കവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വെർട്ടിക്കലായി നിൽക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. ഇനി ഈ വെല്ലിനകത്തുള്ള ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 മീറ്റർ വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി, അതായത് നമുക്ക് തന്നെ സ്വന്തം അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അതിനകത്തുള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല 1 മീറ്ററിലും കൂടുതലാണ് ഡെപ്ത് ഓഫ് വാട്ടർ എന്നുണ്ടെങ്കിൽ നമ്മൾ ചില എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യും. ആ എക്യുപ്മെന്റ്സ് ആണ് ജാംസ് ഓർ ഗ്രാബ്സ് പോലെയുള്ള, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്പേഡ്. അത്തരം എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് നമുക്ക് അതിനകത്തുള്ള മെറ്റീരിയൽസിനെ എക്സ്കവേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ജാം ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പുള്ളി വെച്ച് നമ്മളതിനെ ഒരു കയറ് കെട്ടി നമുക്ക് തന്നെ വലിച്ച് താഴോട്ട് കൊണ്ടുപോയി അതിനകത്തുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പുള്ളി വെച്ച് വലിച്ച് മുകളിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇത്തിരി ശക്തി പ്രയോഗിക്കേണ്ട സ്റ്റെപ്പാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഗ്രാബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാബ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനകത്തുള്ള മെറ്റീരിയൽസിനെ എക്സ്കവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതല്ല നമ്മളിപ്പോൾ റോക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ ഡെപ്ത് വരെ റോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലോസീവ്സും യൂസ് ചെയ്യാറുണ്ട്. ചെറിയ എക്സ്പ്ലോസീവ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ റോക്കിനെ മാറ്റി വെല്ലിനെ സിങ്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിങ്ങനെ സിങ്ക് ചെയ്ത് പോകും തോറും അതിനകത്ത് വെള്ളം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ വെള്ളം വരുന്ന കാരണം നമ്മുടെ സ്കിൻ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. മാത്രമല്ല ഈ വെൽ ഫൗണ്ടേഷന്റെ വെയിറ്റ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. കാരണം എന്താ, വെള്ളത്തിലൂടെയാണ് ഇത് സിങ്ക് ചെയ്ത് പോകുന്നത്. സോ അവിടെ ഒരു ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ബോയൻ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. സോ നമുക്ക് ഈ വെൽ ഫൗണ്ടേഷന് വെയിറ്റ് കുറഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇനി എന്നിട്ടും സിങ്കിങ് പ്രോസസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ലോഡ് ഈ സ്റ്റീനിങ്ങിന്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിന് കെൻലെറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ സാൻഡ് ബാഗ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വെൽ ഫൗണ്ടേഷൻ അപ്പോഴെല്ലാം പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെൻലെറ്റ്സ് എന്തായിരുന്നു. എന്താണ് നമ്മൾ സാൻഡ് ബാഗ്, ഒരുപാട് സാൻഡ് ബാഗ് അടുക്കി വെച്ചിട്ടുള്ള ആ ഒരു അറേഞ്ച്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ലോഡ് കൊടുക്കുക. അപ്പൊ അതിനുള്ള ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ട് ഫിഗറിൽ കാണുന്നത് പോലെ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ട് അതിന് മീതെ കെൻലെറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ വെയിറ്റ് കാരണം ഈ സ്റ്റീനിങ് താഴോട്ട് ഇങ്ങനെ സിങ്ക് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മൾ സിങ്കിങ് പ്രോസസ്സ് നടത്താറുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീനിങ് ഉണ്ടാക്കും. ആദ്യം നമ്മൾ 1.5 മീറ്റർ വരെ സ്റ്റീനിങ് ഉണ്ടാക്കിയതിനു ശേഷം അതിനകത്തുള്ള മെറ്റീരിയൽസിനെ പുറത്തോട്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് സിങ്ക് ചെയ്യും. ദെൻ അഗെയിൻ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ, അതായത് 1.5 മീറ്റർ ഹൈറ്റ് വരെ സ്റ്റീനിങ് പണിയും അതിനകത്തുള്ള മെറ്റീരിയൽസിനെ എടുത്ത് കളയും. അങ്ങനെ കളഞ്ഞ് അതിനെ സിങ്ക് ചെയ്യിക്കും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഏത് ഡെപ്ത് വരെയാണോ വെൽ ഫൗണ്ടേഷൻ എത്തി നിൽക്കേണ്ടത് ആ ഒരു ഡെപ്ത് വരെ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയാണ് സിങ്കിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ആഫ്റ്റർ സിങ്കിങ്. അപ്പൊ നമ്മൾ ആദ്യം കർവ് ലേ ചെയ്തത് ശേഷം സ്റ്റീനിങ് പണിതു. സ്റ്റീനിങ് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ എടുത്തു കളഞ്ഞിട്ട് അതിനെ സിങ്ക് ചെയ്യിപ്പിച്ചു. ഇത്രയും പ്രോസസ്സാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇത്രയും ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്കിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ട സ്റ്റെപ്പാണ് നാലാമതായി നമ്മൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഔട്ടർ സർഫസ് ഓഫ് സ്റ്റീനിങ് ഈസ് പ്ലാസ്റ്റേർഡ് സോ ആസ് സ്മൂത്ത് ടു മിനിമൈസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ഇത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഔട്ടർ സർഫസ് വളരെ സ്മൂത്ത് ആക്കി എടുക്കും. അതിന്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്, ആ ഫ്രിക്ഷണൽ ഫോഴ്സ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഔട്ടർ സർഫസ് സ്മൂത്ത് ആക്കി എടുക്കും. ദെൻ സിങ്കിങ് ഇൻ ഓൾ റെസ്പെക്ട് ഈസ് കംപ്ലീറ്റഡ്. ലോവർ പോർഷൻ അപ് ടു എ ഡെപ്ത് ഓഫ് നിയർലി 3 മീറ്റർ ഈസ് പ്ലഗ്ഡ് വിത്ത് സിമെന്റ് കോൺക്രീറ്റ്. നിങ്ങൾക്കത് ബോട്ടം പ്ലഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്പോണൻസ് ഓഫ് വെൽ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ നിന്ന് ഒരു 3 മീറ്റർ ഹൈറ്റിൽ നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് വെച്ച് പ്ലഗ് ചെയ്യും. അതിനെയാണ് നമ്മൾ ബോട്ടം പ്ലഗ് എന്ന് പറയുന്നത്. ദെൻ മിഡിൽ പോർഷൻ വിത്ത് സാൻഡ് ആൻഡ് ഗ്രാവൽ. ഇതിനകത്തുള്ള
സെന്ററിലെ ഈ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് സാൻഡ് ഫില്ലിംഗ് ആയിരിക്കും. സാൻഡും ഗ്രാവലും വെച്ച് നമ്മൾ ഇത്രയും പോർഷൻ ഫില്ല് ചെയ്തെടുക്കും. ദെൻ ടോപ്പ് പോർഷൻ വിത്ത് സിമെന്റ് കോൺക്രീറ്റ്. അഗെയിൻ നമ്മൾ ടോപ്പ് പ്ലഗ് പ്രൊവൈഡ് ചെയ്യില്ലേ, അതും സിമെന്റ് കോൺക്രീറ്റ് മിക്സ്ചർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ അതിന് മുകളിൽ നമ്മളൊരു RCC വെൽ ക്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RCC വെൽ ക്യാപ്പ് പ്രൊവൈഡ് ചെയ്യും. അത്രയാണ് ഒരു വെൽ ഫൗണ്ടേഷന്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത്. ദെൻ നമ്മൾ ബ്രിഡ്ജ് എന്തിന്റെ താഴെയാണ് പണിയുന്നത് അതിന്റെ പിയേഴ്സ് ആയിരിക്കും വെൽ ക്യാപ്പിന്റെ മുകളിലായിട്ട് വരിക. അപ്പൊ ഇത്രയുമാണ് സിങ്കിങ് ഓഫ് വെല്ലിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ലേയിങ് ദ വെൽ കർബ്, വെൽ സ്റ്റീനിങ്, സിങ്കിങ് പ്രോസസ് ആൻഡ് ദെൻ സ്റ്റെപ്സ് ആഫ്റ്റർ സിങ്കിങ്. അപ്പോൾ ഒരു വെൽ ഫൗണ്ടേഷൻ എന്താണ്, അതിന്റെ കമ്പോണൻസ് എന്താണ്, എത്ര ടൈപ്പ് ഉണ്ട്, സിങ്കിങ് ഓഫ് വെൽ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ? ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക് ഇതാണ്, ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ്. ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് ഇതെന്താണ് നമുക്ക് നോക്കാം. അതായത് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന്, അതായത് നമ്മൾ വെൽ ഫൗണ്ടേഷൻ പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊസിഷനിൽ നിന്ന്, പ്രപ്പോസ്ഡ് പൊസിഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷനിൽ നിന്ന് ആ വെല്ലിനുണ്ടാകുന്ന മൂവ്മെന്റിനെയാണ് ടിൽറ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ജനറലി ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് ആർ ഡീവിയേഷൻ ഓഫ് വെൽ ഫ്രം ഇറ്റ്സ് പ്രപ്പോസ്ഡ് പൊസിഷൻ ആൻഡ് ഓറിയന്റേഷൻ. ആ ഒരു ഡീവിയേഷനെ പറയുന്ന പേര്. മാക്സിമം അലോ ചെയ്തിട്ടുള്ള ടിൽറ്റ് എന്ന് പറയുന്നത് 1/80 ആണ്. അതുപോലെ മാക്സിമം അലൗഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 150 mm ആണ്. വളരെ ചെറിയ വാല്യൂ ആണ്. 150 mm എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. അപ്പൊ അത്രയും മാത്രമേ അതിന് ഡീവിയേഷൻ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി വെർട്ടിക്കൽ. അതിന്റെ വെർട്ടിക്കാലിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ എങ്ങനെയാണ് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. കോസസ് ഓഫ് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ്: നോൺ യൂണിഫോം ബെയറിംഗ് കപ്പാസിറ്റി, obstruction on one side of well, sand blowing in well during sinking. Method of sinking: the material should be equally removed from all sides. Then sudden sinking due to blasting, irregular casting of steening. അതായത് നമ്മുടെ സോയിലിന്റെ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി നോൺ യൂണിഫോം ആയിരിക്കുക, അല്ലെങ്കിൽ വെല്ലിന്റെ ഏതെങ്കിലും സൈഡിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കുക. ദെൻ സിങ്കിങ് ചെയ്യുന്ന സമയത്ത് സാൻഡ് ബ്ലോവിങ് ഉണ്ടാവുക. അതാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ എവിടെയെങ്കിലും കൂടി നിൽക്കും. അതും ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റിന് കാരണമായേക്കാം. ദെൻ മെത്തേഡ് ഓഫ് സിങ്കിങ്, അതായത് നമ്മൾ സിങ്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമ്മൾ ഡ്രഡ്ജിങ് ചെയ്യും, കുഴിച്ചെടുക്കുക അല്ലെ, മെറ്റീരിയൽ എക്സ്കവേറ്റ് ചെയ്യും. അങ്ങനെ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ അത് യൂണിഫോം ആയിട്ട് എല്ലാ പോർഷനിൽ നിന്ന് റിമൂവ് ചെയ്താൽ മാത്രമേ വെർട്ടിക്കലായിട്ട് കറക്റ്റ് അതിന് സിങ്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഭാഗത്ത് കൂടുതലും ഏതെങ്കിലും ഭാഗത്ത് കുറവുമാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ മെറ്റീരിയൽ എക്സ്കവേറ്റ് ചെയ്ത് കൊടുത്ത് അത് കൂടുതലായിട്ട് സിങ്ക് ചെയ്യും. കുറവ് മെറ്റീരിയൽ എടുത്ത ഭാഗത്ത് കുറച്ച് മാത്രമേ സിങ്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിന്റെ വെർട്ടിക്കാലിറ്റി മാറിയിട്ട് ടിൽറ്റും ഷിഫ്റ്റും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽസിനെ എക്സ്കവേറ്റ് ചെയ്ത് കളയാനായിട്ട് ബ്ലാസ്റ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. ബ്ലാസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ സഡൻ ആയിട്ടുള്ള സിങ്കിങ് ഉണ്ടാകും. സഡൻ ആയിട്ടുള്ള സിങ്കിങ് ആണ് എന്ന് സംഭവിക്കുന്നതെങ്കിൽ അവിടെ യൂണിഫോം ആയിക്കോളണമെന്ന് നിർബന്ധമില്ല. അത്തരം കേസിലും ടിൽറ്റും ഷിഫ്റ്റും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇറഗുലർ കാസ്റ്റിംഗ് ഓഫ് സ്റ്റീനിങ്. നമ്മൾ സ്റ്റീനിങ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇറഗുലർ കറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയാണ് ടിൽറ്റ് ഷിഫ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ പ്രിക്കോഷൻസ് ടു അവോയ്ഡ് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ്. ടിൽറ്റും ഷിഫ്റ്റും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ്, ദ ഔട്ടർ സർഫസ് ഓഫ് ദ വെൽ കർവ് ആൻഡ് സ്റ്റീനിങ് ഷുഡ് ബി റെഗുലർ ആൻഡ് സ്മൂത്ത്. ദ ഡയമീറ്റർ ഓഫ് ദ കർവ് ഷുഡ് ബി kept up to 4 to 8 centimeter larger than the outer diameter of steening, and the well should be symmetrically placed. Cutting edge should be of uniform thickness and sharpened. Dredging should be done uniformly on all sides in a circular well and in both pockets of a thin well. നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് വെൽ കർബിന്റെയും സ്റ്റീനിങ്ങിന്റെയും ഔട്ടർ സർഫസ് റെഗുലറും ആയിരിക്കണം, അതുപോലെ തന്നെ സ്മൂത്തും ആയിരിക്കണം. ഇനി കർബിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്റ്റീനിങ്ങിന്റെ ഔട്ടർ ഡയമീറ്ററിനേക്കാളും 4 to 8 centimeter കൂടുതലായിരിക്കണം. അതുപോലെ സിമ്മട്രിക്കലി പ്ലേസ്ഡ് ആയിരിക്കണം. വെൽ എന്ന് പറയുന്നത് സിമ്മട്രിക്കലി പ്ലേസ്ഡ് ആയിരിക്കണം. കട്ടിംഗ് എഡ്ജിന്റെ തിക്നെസ്
യൂണിഫോം ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ എൻഡ് വളരെ ഷാർപ്പും ആയിരിക്കണം. എന്തിനാന്ന് വെച്ചാൽ അതിന് ഗ്രാവലും സാൻഡിലൂടെയും ഒക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അത്രയും തിക്നെസ് യൂണിഫോം ആയിരിക്കണം, അതുപോലെ തന്നെ എൻഡ് ഷാർപ്പ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡ്രഡ്ജിങ് ചെയ്യുന്ന സമയത്ത് ആ സർക്കുലർ വെല്ലിനകത്ത് കറക്റ്റായിട്ട് ഡ്രഡ്ജിങ് ചെയ്യണം, അതായത് യൂണിഫോമിൽ ഡ്രഡ്ജ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചില ഭാഗത്ത് കൂടുതലായിട്ട് ഡ്രഡ്ജ് ചെയ്തു, ചില ഭാഗത്ത് കുറവാണ് ഡ്രഡ്ജ് ചെയ്തതെങ്കിൽ കൂടുതൽ ഡ്രഡ്ജ് ചെയ്ത ഭാഗത്ത് അത് സിങ്ക് ചെയ്യും, കൂടുതലായിട്ട് സിങ്ക് ചെയ്യും. അപ്പൊ അതിന്റെ വെർട്ടിക്കാലിറ്റി നഷ്ടപ്പെടും. അപ്പൊ ഈ ഒരു കാര്യം കൂടെ ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. വെൽ കർബും സ്റ്റീനിങ്ങും റെഗുലർ ആൻഡ് സ്മൂത്ത് ആയിരിക്കണം. കർബിന്റെ ഡയമീറ്റർ സ്റ്റീനിങ്ങിന്റെ ഔട്ടർ ഡയമീറ്ററിനേക്കാളും 4 to 8 സെന്റിമീറ്റർ കൂടുതലായിരിക്കണം. കട്ടിംഗ് എഡ്ജ് യൂണിഫോം തിക്നെസ് ഉള്ളതായിരിക്കണം. അതുപോലെ എൻഡ് പോർഷൻ ഷാർപ്പും ആയിരിക്കണം. ഡ്രഡ്ജിങ് യൂണിഫോമിലി നടത്തിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ദെൻ മെത്തേഡ്സ് ഓഫ് ചെക്കിംഗ് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ്. ഇനിയിപ്പോൾ ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പർലി റെക്കോർഡ് ചെയ്യണം. കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയും വേണം, പ്രോപ്പർലി അതിനെ റെക്കോർഡ് ചെയ്യുകയും വേണം. അപ്പോൾ അതിൻ്റെ ഫീൽഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൽ സിങ്കിങ് നടക്കുന്ന സമയത്ത് അത് ടിൽറ്റ് ആകുന്നുണ്ടോ ഷിഫ്റ്റ് ആകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിനായിട്ട് നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യാം. ടിൽറ്റും ഷിഫ്റ്റും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അക്കോർഡിംഗ് ടു IS 3955/1967, tilt should generally limit to 1/60. ഒരു 1/60 വരെ ഈ കോഡ് പ്രകാരം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഡെപ്ത് സങ്കിന്റെ 1% വരെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെൽ സിങ്കിങ് നടക്കുന്ന സമയത്ത് ഈ ടിൽറ്റും ഷിഫ്റ്റും ഈ പറഞ്ഞിട്ടുള്ള അളവിനേക്കാൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആ ടിൽറ്റ് ഷിഫ്റ്റിനെ റെക്ടിഫൈ ചെയ്യണം, അതായത് ആ തെറ്റ് തിരുത്തിയെടുക്കണം. അപ്പൊ അത് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് റെഗുലേഷൻ ഓഫ് ഗ്രാബിംഗ്. സെക്കൻഡ് വൺ എക്സെൻട്രിക് ലോഡിംഗ്. തേർഡ് വാട്ടർ ജെറ്റിംഗ്. ഫോർത്ത് വൺ എക്സ്കവേഷൻ അണ്ടർ കട്ടിംഗ് എഡ്ജ്. ഫിഫ്ത്ത് ഇൻസേർട്ടിംഗ് വുഡൻ സ്ലീപ്പേഴ്സ് അണ്ടർ ദി കട്ടിംഗ് എഡ്ജ്. സിക്സ്ത് വൺ പുള്ളിംഗ് ദ വെൽ. Seventh one strutting the well, and the eighth one is pushing the wells by jacks. അങ്ങനെ ഈ 8 മെത്തേഡ്സ് ആണ് അതിന്റെ റെക്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ പറയുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട്. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. റെഗുലേഷൻ ഓഫ് ഗ്രാബിംഗ് ആണ് ഫസ്റ്റ് വൺ. റെഗുലേഷൻ ഓഫ് ഗ്രാബിംഗ് എന്നതിൽ പറയുന്നത് unequal dredging causes tilt. To rectify this, higher side is grabbed more by regulating the dredging. However, this method is effective in initial stages of sinking. In case of tilted wells, dredging does not work satisfactorily. A hole is made in the steining on the higher side and the rope of the grab is pulled through the hook. Thus, dredging with hooking is done. Alternatively, the well may be dewatered if possible, and open excavation may be carried out on the higher side. Regulation of grabbing, നമ്മൾ പറഞ്ഞ ഡ്രഡ്ജിങ് ഈവൺ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ, ടിൽറ്റും ഷിഫ്റ്റും ആ രീതിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ ഹയർ സൈഡിൽ കൂടുതലായിട്ട് എക്സ്കവേറ്റ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് നമുക്ക് സിങ്കിങ്ങിന്റെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെയാണ് നമ്മളിത് കാണുന്നതെങ്കിൽ അപ്പോൾ കൊടുക്കാനേ സാധിക്കുള്ളൂ. ഒരുപാട് സിങ്ക് ചെയ്തതിന് ശേഷമാണ് ടിൽറ്റും ഷിഫ്റ്റും കാണുന്നതെങ്കിൽ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ സ്റ്റീരിങ്ങിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കും. ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു റോപ്പ് വെച്ച് ഇതിനകത്തുള്ള മെറ്റീരിയൽസിനെ കളക്ട് ചെയ്ത് പുറത്തൊക്കെ എടുത്തിട്ട് ഹയർ സൈഡിനെ പുള്ളി ചെയ്തെടുക്കും. പുള്ളി വെച്ച് നമ്മൾ ഹയർ സൈഡിലേക്ക്, ഈ ഒരു ഭാഗമാണല്ലേ ഹയർ സൈഡ് എന്ന് പറയുന്നത്, കാരണം ടിൽറ്റ് ഈ ഒരു ഇങ്ങനെയാണ് കിടക്കുന്നത്, ചെരിഞ്ഞ കിടക്കുന്നത്, ഇത് വെർട്ടിക്കൽ ആക്കി എടുക്കണം. അപ്പൊ അതിന്റെ ഹയർ പോർഷൻ ഇതാണ്. അപ്പൊ ഇവിടെ നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഹുക്ക് ആൻഡ് പുള്ളി അറേഞ്ച്മെന്റ് വെച്ച് ഈ പുള്ളിയിലൂടെ ഈ റോപ്പിനെ നമ്മൾ ശക്തിയായിട്ട് ഈ ഒരു സൈഡിലേക്ക്, ഹയർ സൈഡിലേക്ക് ഇങ്ങോട്ട് വലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വെല്ലിനെ നമുക്ക് വെർട്ടിക്കലാക്കി, ഒരു പരിധി വരെ വെർട്ടിക്കലാക്കി മാറ്റാനായിട്ട് സാധിക്കും. ആ രീതിയിൽ ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് അവോയ്ഡ് ചെയ്യുന്ന, റെക്ടിഫൈ ചെയ്യുന്ന മെത്തേഡാണ് റെഗുലേഷൻ ഓഫ് ഗ്രാബിംഗ്.
ഇനി ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീവാട്ടർ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. എന്നിട്ട് ഹയർ സൈഡിലേക്ക് പുൾ ചെയ്താൽ മതി. ഓക്കെ, ആ രീതിയിൽ ചെയ്യുന്നതാണ് റെഗുലേഷൻ ഓഫ് ഗ്രാബിംഗ്. ഇനി നെക്സ്റ്റ് വൺ ആണ് എക്സെൻട്രിക് ലോഡിംഗ്. എക്സെൻട്രിക് ലോഡിങ്ങിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ സൈഡിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ലോഡ് പ്രൊവൈഡ് ചെയ്യുക. ഒരു RS ജോയിസ്റ്റ്, അതായത് ഒരു പ്ലാറ്റ്ഫോം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് കെൻഡിൽ എഡ്ജസ് അല്ലെ, സാൻഡ് ബാഗുകൾ ഇതിന് മുകളിൽ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഡീഷണൽ ആയിട്ടൊരു ലോഡ് എത്തും. അപ്പോൾ ഇവിടെ ഒരു അഡീഷണൽ ലോഡ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കൂടുതലായിട്ട് സിങ്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇതിപ്പോൾ ചെരിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രൗണ്ട് ലെവൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെൽ ഇപ്പോൾ ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റിലാണ് നിൽക്കുന്നത്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സെൻട്രിക് ആയിട്ട് ലോഡ് പ്രൊവൈഡ് ചെയ്യുക. അതായത് സെന്ററിലല്ലാതെ നമ്മളൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തിട്ട് സെന്ററിലല്ലാതെ ഒരുപാട് സിങ്ക് ചെയ്യേണ്ടത് ഏത് ഭാഗത്താണോ, അതായത് ഉയർന്നു നിൽക്കുന്ന ഭാഗം എവിടെയാണോ അവിടെ കെൻഡിൽ എഡ്ജസ് ഇതുപോലെ പ്രൊവൈഡ് ചെയ്തിട്ട് ലോഡ് ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ഇത്രയും ഭാഗം സിങ്ക് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് എക്സെൻട്രിക് ലോഡിംഗ്. ഇനി അടുത്ത മെത്തേഡാണ് വാട്ടർ ജെറ്റിംഗ്. വാട്ടർ ജെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെല്ലിന്റെ ഹയർ സൈഡിന്റെ ഔട്ടർ ഫേസിൽ വാട്ടർ ജെറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ വാട്ടർ ജെറ്റ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും, എന്നിട്ട് ആ ടിൽറ്റ് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വാട്ടർ ജെറ്റിംഗ് എന്നുള്ള മെത്തേഡ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് വെച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഏതെങ്കിലും മെത്തേഡിന്റെ കൂടെ കോൺട്രിബ്യൂട്ടറി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ യൂസ് ചെയ്യാവുന്നതാണ് വാട്ടർ ജെറ്റിംഗ്. അല്ലാതെ വാട്ടർ ജെറ്റിംഗ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതാണ് മൂന്നാമത്തെ മെത്തേഡ്, വാട്ടർ ജെറ്റിംഗ്. ഇനി നെക്സ്റ്റ് വൺ ആണ് എക്സ്കവേഷൻ അണ്ടർ കട്ടിംഗ് എഡ്ജ്. If dewatering of the well is possible, open excavation is done under the cutting edge. In case dewatering is not possible, divers can be sent to loosen the strata. അപ്പോൾ എക്സ്കവേഷൻ അണ്ടർ കട്ടിംഗ് എഡ്ജിൽ പറയുന്നത് എന്താ വെച്ചാൽ ഡീവാട്ടർ ചെയ്യാൻ പറ്റുമെങ്കിൽ, വെള്ളിനകത്തുള്ള വെള്ളത്തിനെ പുറത്തോട്ട് കളയാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിംഗ് എഡ്ജിന് താഴെ ഓപ്പൺ ആയിട്ട് എക്സ്കവേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം സിങ്ക് ചെയ്ത് പോകും. ഇനി ഡീവാട്ടർ ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തുള്ള സ്ട്രാറ്റ ലൂസൺ ചെയ്യാവുന്നതാണ്. ഈ ഒരു മെത്തേഡാണ് എക്സ്കവേഷൻ അണ്ടർ കട്ടിംഗ് എഡ്ജ്. ദെൻ ഇൻസേർട്ടിംഗ് വുഡൻ സ്ലീപ്പർ അണ്ടർ ദി കട്ടിംഗ് എഡ്ജ്, അതാണ് അഞ്ചാമത്തെ മെത്തേഡ്. ഇവിടെ നമ്മൾ വുഡൻ സ്ലീപ്പേഴ്സ് ആർ ഇൻസേർട്ടഡ് ടെമ്പററിലി ബിലോ ദി കട്ടിംഗ് എഡ്ജ് ഓൺ ദി ലോവർ സൈഡ് ഓഫ് ദി വെൽ ടു അവോയ്ഡ് ഫർദർ ടിൽറ്റ്. ഇവിടെ നമ്മൾ വുഡൻ സ്ലീപ്പേഴ്സിന് ഇനി ടിൽറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ലോവർ സൈഡിൽ കട്ടിംഗ് എഡ്ജിന്റെ താഴെ വുഡൻ സ്ലീപ്പേഴ്സിനെ ഇൻസേർട്ട് ചെയ്യാറുണ്ട്. അത് ടെമ്പററി ആയിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവ്ലി എ ഹുക്ക് ഈസ് ഇൻസേർട്ടഡ് ബിലോ ദി കട്ടിംഗ് എഡ്ജ് ഓൺ ദി ലോവർ സൈഡ് ആൻഡ് പുൾഡ് വിത്ത് എ വയർ റോപ്പ് ആൻഡ് കെപ്റ്റ് സ്ട്രെയിൻഡ്. ഇനി ഇതല്ലാതെ നമുക്കൊരു ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ലോവർ സൈഡിലുള്ള കട്ടിംഗ് എഡ്ജിന് താഴെ ഒരു ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അതിനെ പുൾ ചെയ്തെടുക്കാം, വലിച്ചെടുത്ത് അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വുഡൻ സ്ലീപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് ഹുക്ക് വെച്ച് നമുക്ക് റോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ട് പുൾ ചെയ്യാനായിട്ട് സാധിക്കും. ആ മെത്തേഡാണ് ഇൻസേർട്ടിംഗ് വുഡൻ സ്ലീപ്പേഴ്സ് അണ്ടർ ദി കട്ടിംഗ് എഡ്ജ്. ഇനി അടുത്തതാണ് പുള്ളിങ് ദ വെൽ. അതിനെന്താണ് ചെയ്യുന്നത് വെച്ചാൽ പുള്ളിങ് ദ വെൽ ടുവേർഡ്സ് ദി ഹയർ സൈഡ് by placing one or more steel ropes around this well with vertical sleepers packed in between to distribute the pressure over larger areas of well steening. This method is quite effective and it is effective in early stage of sinking. സിങ്കിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ടിൽറ്റും ഷിഫ്റ്റും കാണുന്നതെങ്കിൽ നമുക്ക് വെല്ലിനെ പുൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഒന്നോ അതിലധികമോ സ്റ്റീൽ റോപ്പേഴ്സ്, വെല്ലിന് ചുറ്റും സ്റ്റീൽ റോപ്സ് വെക്കും. അതിനകത്ത് വെർട്ടിക്കലായിട്ട് സ്ലീപ്പേഴ്സിനെ ഇൻ ബിറ്റ്വീൻ പാക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ സ്റ്റീൽ റോപ്പ് വെച്ച് ഹയർ സൈഡ് എവിടെയാണോ അങ്ങോട്ട് പുൾ ചെയ്തെടുക്കും. ആ രീതിയിൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റിനെ റെക്ടിഫൈ ചെയ്യാം. ഒരുപാട് സിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്നും അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്റ്റാർട്ടിങ്ങിലാണ് അല്ലെങ്കിൽ ഏർലി സ്റ്റേജ് ഓഫ് സിങ്കിങ്ങിലാണ് നമ്മൾ ടിൽറ്റും ഷിഫ്റ്റും കാണുന്നതെങ്കിൽ ആ സമയങ്ങളിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് വളരെ എഫക്റ്റീവാണ്.
Then next one ആണ് strutting the well. The well is strutted on its tilted side with suitable logs of wood to prevent further tilt. ഇതൊരു ടിൽട്ടായി കിടക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ ചെറിയ ടിൽട്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്ട്രട്ട് വെച്ച് ഒരു സ്ട്രട്ട് വെച്ച് നമ്മൾ അതിന്റെ ഫർദർ ടിൽറ്റിനെ പ്രിവെന്റ് ചെയ്യും. ഈ ഒരു മെത്തേഡാണ് സ്ട്രട്ടിങ് ദ വെൽ. ദ വെൽ സ്റ്റീനിങ് ഈസ് പ്രൊവൈഡഡ് വിത്ത് സ്ലീപ്പേഴ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ഫ്രം ദി സ്ട്രട്ട്. എന്നിട്ട് ഈ സ്ട്രട്ടിൽ നിന്നുള്ള ലോഡ് ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ലീപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലീപ്പറിലേക്ക് ആ ലോഡ് പോകുന്നുണ്ടാവുള്ളൂ. ദ അതർ എൻഡ് ഓഫ് ദി ലോഗ് റെസ്റ്റ് അഗെയിൻസ്റ്റ് എ ഫേം ആൻഡ് യോൺ ഈഡിൽ ബേസ് ഹാവിംഗ് ഡ്രിവൺ പൈൽസ്. സ്ട്രട്ടിന്റെ ഒരു ഭാഗം വെല്ലിലേക്കുള്ള ഭാഗം സ്ലീപ്പർ വെച്ചും അതുപോലെ ഗ്രൗണ്ടിലേക്കുള്ള ഭാഗം ഡ്രിവൺ പൈൽസും വെച്ച് നമ്മൾ പ്രിവെന്റ് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് സ്ട്രട്ടിങ് ദ വെൽ. ഇത് ഫർദർ ടിൽറ്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് മെത്തേഡ് ആണ് പുഷിംഗ് ദ വെൽസ് ബൈ ജാക്ക്. അതായത് ദ tilt can be rectified by pushing the well with a suitable arrangement through mechanical or hydraulic jack. ഇതുപോലെ നമ്മൾ ടിൽറ്റഡ് ആയിട്ടുള്ള വെല്ലിലേക്ക് ഒരു ഹൈഡ്രോളിക് ജാക്ക് യൂസ് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ട് അതിനെ വെർട്ടിക്കലാക്കി മാറ്റും. ആ ഒരു മെത്തേഡാണ് പുഷിംഗ് ദ വെൽ ബൈ ജാക്സ്. ഇത്രയാണ് നമ്മുടെ ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് റെക്ടിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ്. 8 മെത്തേഡ്സ് ആണുള്ളത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. താങ്ക് യു ഫോർ ലിസണിങ് മീ.